അനുദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. യേശുവേ 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 ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 യേശുവേ
ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ഗ്രേസി. ഞാൻ വരാപ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അവൻ വിദേശത്ത് പോകാൻ വേണ്ടി പൈസയെല്ലാം കൊടുത്തു. ഇൻ്റർവ്യൂവും കഴിഞ്ഞു, മെഡിക്കലും കഴിഞ്ഞു. 8 മാസമായിട്ട് അവന് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ താബോറിനെ പറ്റി കേട്ടു. ഞാനും മോനും ഇവിടെ വന്ന് ധ്യാനം കൂടി. അച്ഛനെ കണ്ട് പ്രാർത്ഥന സഹായം ചോദിച്ചു. തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു 107 ദിവസത്തിനുള്ളിൽ വിദേശത്ത് പോകാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഞങ്ങളത് കേട്ടു പോയി. പക്ഷേ 107 ദിവസമായിട്ടും അത് ശരിയായില്ല. പിന്നെ ഞാൻ ഏകദിന ധ്യാനത്തിന് ഇവിടെ വന്നു. കൈവപ്പ് ശുശ്രൂഷയിൽ ജോർജി അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു 42 ദിവസത്തിനുള്ളിൽ വിദേശയാത്രയ്ക്ക് ജോലി ശരിയാകും എന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ച് പോയി. 42ാമത്തെ ദിവസം തന്നെ അവന് ജോലിയിൽ പ്രവേശിച്ചു. നല്ലൊരു കരഘോഷം കൊടുത്തേ, നല്ലൊരു കരഘോഷം. ഈശോ ഇന്ന് ജീവിക്കുന്നു. കരമയത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ എന്ന്. ആ പ്രിയപ്പെട്ട അമ്മ വാരാപ്പുഴയിൽ നിന്നാണ് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരിക്കുക. മകനും അമ്മയും ധ്യാനം കൂടിയതാണ്. ആദ്യം ദൈവപ്പെടുത്തിയത് 107 ദിവസമാണ്. പക്ഷെ അത്രയും വിശ്വാസം വന്നില്ല. രണ്ടാമത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ 42 ദിവസമാണ് ഈശോ കാണിക്കുക. ആ 42 ദിവസം അത് വിശ്വസിച്ചു. അത് കർത്താവ് അനുഗ്രഹമായി മാറ്റി. ദൈവികമായ സന്ദേശങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഈ ദിനം ഈശോയോടൊപ്പം